ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മൈദ കൊണ്ട് ഒരു ബർഫി തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനമാണ്. പലതരത്തിലുള്ള ബർഫി നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മൈദ കൊണ്ട് മാത്രമുള്ള ഒരു ബർഫി എങ്ങനെ തയ്യാറാക്കണമെന്ന് കാണിക്കാം. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ നെയ്യ് നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മുടെ ഈ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുമ്പോൾ നമ്മുടെ തീ ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള നെയ്യിൻ്റെ അളവ് കുറവാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കണം. നമ്മൾ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് എത്ര നെയ്യ് വേണ്ടതെന്ന് ആ മൈദ കാണുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബർഫി ഏകദേശം റെഡി ആയി വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു പരുവാണ്. അപ്പോൾ നെയ്യൊക്കെ ഇതിൽ പാകമാണ്. അപ്പോൾ നെയ്യ് വീണ്ടും ആവശ്യമുണ്ടെന്ന് കണ്ടാൽ വീണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മുടെ മൈദയുടെ ഒരു പച്ചമണമൊക്കെ പോയിട്ടുണ്ട്, നല്ല ഷാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാറിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഒരു പാത്രത്തിലേക്ക്